الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം നൽകി പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവനെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും പടച്ച റബ്ബിൻ്റെ മഹത്തായ മഗ്ഫിറത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും കവാടങ്ങൾ തുറന്നിടപ്പെട്ട ഈ മാസത്തിൽ ഏറെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ തൻ്റെ പരലോക മോക്ഷത്തിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ കാര്യത്തിൽ ചിട്ടയുള്ള ശ്രദ്ധയുള്ള ഒരു നല്ല ഭക്തി പാലിക്കുന്ന മുത്തഖീങ്ങളിൽ മുസ്ലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ സ്ഥലത്തിൻ്റെ പരിമിതിയെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ രണ്ടാളുകൾക്ക് ഇരിക്കാനുള്ള ഗ്യാപ്പ് വീതമിട്ടാണ് നിങ്ങൾ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ശരിയായി ഇരുന്ന് ക്രമീകരിച്ചാൽ ഇനിയും വരുന്ന ആളുകൾക്ക് ഒരുപാട് സൗകര്യമായിരിക്കുമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ റമദാനിൻ്റെ ആദ്യത്തെ 15 ദിവസങ്ങൾ പിന്നിട്ട് ഒന്നാമത്തെ പകുതി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ. ഈ സമയത്ത് ഏറെ നമ്മുടെ കർമ്മങ്ങൾ പരിശോധിക്കേണ്ട, അതല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നുണ്ടോ, ഞാൻ അല്പം പിറകിലായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന വേളയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, അല്ലെങ്കിൽ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇബാദത്തുകളിലേക്ക് വരാമെന്ന് വിചാരിച്ചാൽ തിരയടങ്ങിയിട്ട് ഒരാൾക്കും കപ്പലോടിക്കൽ സാധ്യമല്ല. മറിച്ച് ഈ ഒരു മാസത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ തിരക്കുകളെയാണ് മാറ്റിവെക്കാൻ നമുക്ക് കഴിയൂ. വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ തൗബയിലായി, ഇസ്തിഗ്ഫാറിലായി, സ്വദഖയിലായി, ഖിയാമുൽ ലൈലിലായി, തറാവീഹിലായി മനസ്സും ശരീരവും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ അധ്വാനിക്കുന്നവരായി, വിയർപ്പൊഴുക്കുന്നവരായി, എന്തിനേറെ അള്ളാഹുവിനെ ഓർത്ത് കരയാത്തവർ ഇനി കരയേണ്ട നാളുകളാണ് വരുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്, അള്ളാഹുവിലേക്ക് വിനയപ്പെടുകയാണ്. മനസ്സ് വിനയപ്പെടുമ്പോ, താഴ്മ കാണിക്കുമ്പോ, കീഴ്പ്പെട്ടു പോകുമ്പോ അറിയാതെ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ കരഞ്ഞു തുടങ്ങും. മനസ്സിനകത്ത് വിഷമവും വേദനയും വരുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു നീറ്റൽ അനുഭവിക്കുമ്പോൾ പുറത്തും മുഖത്തും കണ്ണിലുമൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ കാണും. എന്നതുപോലെ ഈ റമദാനിന്റെ പകുതി പിന്നിട്ടതിന്റെ അടയാളമായി നമ്മൾ കരഞ്ഞതിന്റെ പാടുകൾ നമുക്ക് മാത്രം ഒന്ന് കാണാൻ കഴിയണം. ഒറ്റയ്ക്കിരുന്ന് ഇനി കരയാൻ തുടങ്ങണം.
എൻ്റെ പാപങ്ങളെ കുറിച്ചോർത്ത് എനിക്ക് സ്വർഗം കിട്ടൂലേ എന്ന് ആലോചിച്ച് എൻ്റെ അമലുകൾ സ്വീകരിക്കൂലേ എന്ന് ബേജാറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ, ഒരാൾക്കും ആശ്വാസം കൊടുക്കാൻ ഒരു തണലുമില്ലാത്തൊരു നാളിൽ അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കും. അതിൽ ഒരാളെ പറ്റി പറഞ്ഞു, വറജുലുൻ, ഒരാൾ ദക്കറല്ലാഹ ഖാലിയാ, ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാനെ ഓർക്കുന്നയാളാണ്. പള്ളി വേണമെന്നില്ല, എവിടെയായാലും കുഴപ്പമില്ലൊന്ന് ഏകാന്തമായി ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാനെ ഓർക്കുന്നവനാവുക. ഫഫാലത് ഐനാ, എന്നിട്ട് ഇങ്ങനെ കണ്ണീര് പൊഴിക്കുന്നവനായി മാറുകയാണ്. എൻ്റെ റബ്ബ് എനിക്ക് എന്തെല്ലാം നിഅമത്ത് തന്നു, എൻ്റെ റബ്ബ് എനിക്ക് എന്തെല്ലാം സുഖജീവിതങ്ങൾ നൽകി, എൻ്റെ റബ്ബ് എനിക്ക് തന്ന മഹത്തരമായ ഫദ്ലുകൾ എന്തൊക്കെയാണ്, ഞാൻ അതിന് നന്ദിയുള്ളവനായോ, ഞാനൊരു നല്ല മനുഷ്യനായോ, ഞാൻ നല്ലൊരു മുത്തഖിയായോ എന്ന് സ്വയം ഒന്ന് വിചാരണ ചെയ്യാം. എന്നിട്ട് പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്ത് ആലോചിച്ച് കരയുന്ന കണ്ണുകളായി മാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 2 കണ്ണുകളെ നരകം സ്പർശിക്കൂല, അവര് നരകത്തിൽ പോകൂല. അതിൽ ഒന്നാമത്തേത് ഐനും ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അള്ളാനെ കുറിച്ചോർത്ത് കരഞ്ഞ കണ്ണുകളാണ്. ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് കരഞ്ഞു നമ്മള്. പടച്ച റബ്ബിന്റെ മഹത്തരമായ നിഅമത്തിനെ ആലോചിച്ച് ഞാനും നിങ്ങളും ഈ റമദാനിന്റെ മാസത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപക്കറകളുടെ ദുരന്തങ്ങളെ കുറിച്ച് ആലോചിച്ച്, ഇതുമായി ഞാൻ പരലോകത്ത് വന്നാൽ ഉണ്ടാകുന്ന അപമാനത്തെ കുറിച്ചോർത്ത്, ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അള്ളാനെ കുറിച്ചോർത്ത് കണ്ണീര് കരയുന്ന, അങ്ങനെ ചാലിട്ടഴുകുന്ന കണ്ണുനീരുണ്ടോ? അതൊരിക്കലും നരകം സ്പർശിക്കാത്ത കണ്ണാണ്. വൈനുൻ, മറ്റൊരു കണ്ണ്, ബാത്തത്ത്, അവൻ ഉറക്കമൊഴിച്ചതാണ്, തഹ്റുസു ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ രാത്രി കാവലിരുന്ന് ദീൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണുകളാണെങ്കിൽ ആ കണ്ണുകളെ നരകം സ്പർശിക്കൂലാന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഹീല പഠിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എങ്ങനെയായിരുന്നു? അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ അവരറിയാതെ കണ്ണീർ പൊഴിച്ചു പോയിട്ടുണ്ട്. നിസ്കരിക്കാൻ നിന്ന സ്വഹാബത്ത് എത്ര പേരാ കരഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർസ്ഥാനിലേക്ക് കയറി ചെല്ലുകയാണ്. നമ്മളും ഇതുപോലെ ഒരു ഖബർസ്ഥാനിലേക്ക് യാത്രയാകാനുള്ളവരാന്ന് പഠിക്കാൻ സൂറുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അത് റമദാൻ 17-നല്ല 27-നല്ല, ഏത് സന്ദർഭത്തിലും നമുക്ക് ബാധകമാണ് ഖബർ സിയാറത്ത് ചെയ്യുക എന്നത്. ആ ഖബർ സിയാറത്തിന് വേണ്ടി നബി തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് അദബുകൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഒരിക്കൽ നബി തങ്ങൾ ഒരു ജനാസയെ എടുത്തുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് പോവാണ്. ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല. ആ ജനാസ അവിടെ ഒരു വശത്ത് വെച്ചു. എന്നിട്ട് നബി തങ്ങൾ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് സ്വഹാബത്തിന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട്, സഹാബാ, ഒരു കാര്യം പറയാൻ പോവാണ്. യാ ഇഖ്വാനി എന്റെ സഹോദരന്മാരെ, ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്. എല്ലാവരും ഒരുങ്ങിക്കോളൂ, എല്ലാവരും തയ്യാറായിക്കോളൂ. ഹദീസ് പറഞ്ഞ റാബി പറയാണ്, നബി അതിങ്ങനെ പറയുമ്പോ, നബി അവിടെ ഇരിക്കുമ്പോ, ഹത്താ ബല്ലസറാ, കണ്ണിങ്ങനെ ഒഴുകി, ധാരധാരയെ ഒഴുകി, താടിരോമങ്ങൾ നനഞ്ഞ് താഴേക്ക് മണ്ണിലേക്ക് കണ്ണീരുകൾ പൊഴിഞ്ഞിട്ടാണ് ആ ഖബറിന്റെ അടുത്തിരുന്നു കൊണ്ട് നബി തങ്ങൾ ഉപദേശം കൊടുക്കുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏതൊരു ഖബർ കണ്ടാലും നിന്ന് കരയുന്നയാളായിരുന്നു, സൗമ്യശീലനായിരുന്നു, വിനയുള്ള മനുഷ്യനായിരുന്നു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോ കരയാൻ തുടങ്ങിയപ്പോ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ വല്ലാതെ വിഷമിക്കുന്നത്? അതിന്റെ മറുപടി അവിടുന്ന് പറയുകയാണ്. അതിന്റെ മറുപടി അവിടുന്ന്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറഞ്ഞ ഒന്നാമത്തെ പരലോകത്തേക്കുള്ള വീടാ. അവിടെ രക്ഷപ്പെട്ടവനെ രക്ഷപ്പെടാൻ കഴിയൂ. അവിടെ രക്ഷപ്പെട്ടവനെ പരലോകമെന്ന കോടതി രക്ഷപ്പെടാൻ കഴിയുള്ളൂ.
ഈ ബോധത്തോടെയായിരുന്നു മുമ്പുണ്ടായിരുന്ന സ്വഹാബത്തൊക്കെ ചിന്തിച്ചതും കരഞ്ഞതുമൊക്കെയുള്ള രംഗങ്ങൾ ഒട്ടനേകം നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലശേഷം പിന്നീടുണ്ടായ സംഭവങ്ങളും ചരിത്ര വികാസങ്ങളും ഒക്കെ നമ്മൾ ഇസ്ലാമിക ലോകത്ത് വായിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, ചരിത്രത്തിനെ ഏറെ കൃത്യമായി പഠിച്ചാൽ ഒരുപാട് ചരിത്ര സത്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാനുള്ള അവസരം കൂടെ വിശുദ്ധ റമദാനിൽ നമുക്കുണ്ട്. പ്രത്യേകിച്ചും റമദാൻ 17 വരുമ്പോ ഇസ്ലാം ഏറെ ശ്രദ്ധയോടെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനകത്ത് പോലും പേരെടുത്ത് പറഞ്ഞ സ്ഥലമാണ് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. ബദർ ഖുർആനിൽ പേര് പറഞ്ഞ ചരിത്ര സ്ഥലമാണ് ബദർ. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ട യൗമുൽ ഫുർഖാൻ. ഖുർആൻ വിശേഷിപ്പിച്ച പേരാണ് യൗമുൽ ഫുർഖാൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു ഭാഗം സത്യത്തിന്റെ ആൾക്കാരായിരുന്നു, മറുഭാഗം അസത്യത്തിന്റെ ആൾക്കാരായിരുന്നു. അതിൽ സത്യമാണ് വിജയിച്ചത്, സത്യത്തെയാണ് അള്ളാഹ് സഹായിച്ചത്. അള്ളാന്റെ ഖുർആൻ സൂറത്തു അൻഫാലിന്റെ 41, ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, നിങ്ങൾ അള്ളാനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വമാ അൻസൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയുടെ മേൽ നാം അവതരിപ്പിച്ചതിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യൗമുൽ ഫുർഖാൻ, യൗമുൽ ഫുർഖാൻ എന്ന ദിവസത്തിലുണ്ടായ കാര്യം, യൗമൽ തഖൽ ജംആൻ, രണ്ട് സംഘങ്ങൾ തമ്മിൽ പോരടിക്കേണ്ടി വന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. 313 ആളും 1000 ആളുകളും തമ്മിൽ യുദ്ധം ചെയ്താൽ 313 തോൽക്കല്ലേ വേണ്ടത്? പക്ഷേ ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ വല്ലാതെ സഹായം ലഭിക്കപ്പെട്ടു. ആയിരക്കണക്കിന് മലായികത്തുകൾ യുദ്ധരംഗത്തിറങ്ങി സഹായിച്ചു. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്. അള്ളാഹ് എല്ലാത്തിനും ഖാദിറായവനാണ്. കേവലം ഒരു യുദ്ധമല്ല ബദർ, മറിച്ച് ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് പതറാത്ത ആദർശത്തിന്റെ കരുത്ത് പകർന്നു നൽകുന്ന ചരിത്രമാണ് ബദർ. അത് വെറും ചോറുന്നുള്ളതല്ല, അത് വെറും ആ കീസിൽ കിറ്റാക്കിയിട്ട് ബീഫിനെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ തോന്നുന്നുണ്ടല്ലോ ആവേശം. അത് മാത്രമല്ല ഇതിന് പിന്നിൽ, അതൊന്ന് പഠിക്കണം. ഇതൊരു വെറും ഒരു മണ്ണ് പിടിച്ചടക്കാനുള്ള യുദ്ധമല്ല, അധികാരമോഹമല്ല, മറിച്ച് ഇസ്ലാമിന്റെ ആദർശമായ തൗഹീദ് സംരക്ഷിക്കാൻ അവർ പോരാടണം. നോമ്പ് നോറ്റിട്ട് ഒരു പകൽ സമയത്ത് നമ്മളൊക്കെ റമദാനിൽ AC ഇട്ടിരിക്കുന്ന ഈ പള്ളിയിൽ എത്തിപ്പെടുന്ന സമയം എപ്പോഴാണ് ആലോചിക്കും? റമദാൻ 17-ന് AC ഇട്ടിരിക്കുന്ന ഒരു പള്ളിയിൽ ഞാനും നിങ്ങളും എത്തുന്ന ടൈം എപ്പോഴാണെന്ന് ആലോചിക്കും. എത്ര ജമാഅത്തിനാണ് നമ്മളൊന്ന് കൃത്യമായി പങ്കെടുക്കാറുള്ളത്? വന്നിരുന്ന ജുമഅകളിൽ എത്ര ജുമഅയാണ് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? എന്തു മാറ്റമാണ് എന്റെ ജീവിതത്തിൽ റമദാൻ 17 കൊണ്ടുവന്നിട്ടുള്ളത്? കേവലം കേൾവിക്കപ്പുറത്ത് അറിവ് പകർത്താനുള്ളതാണ് എന്ന ബോധം. ഇസ്ലാമിക ചരിത്രം കേവലം ഒരു ആവേശമുണ്ടാക്കുന്ന വാക്കുകൾക്ക് വേണ്ടിയല്ല, പഠിക്കാനുള്ളതാ. ബദർ ഹിജറ 2-ാം വർഷം റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയ 1-ാമത്തെ വർഷമാണ് ബദർ യുദ്ധത്തിന് പോകേണ്ടി വന്നത്. ഒരിക്കലും യുദ്ധം നടക്കാനുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നബി തങ്ങൾക്ക് അവിടെ എത്തിപ്പെടേണ്ടി വന്നു. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടി വന്നു, മുസ്ലിമീങ്ങളുടെ സ്വത്തും മണ്ണും സംരക്ഷിക്കേണ്ടി വന്നു, ആദർശം സംരക്ഷിക്കേണ്ടി വന്നു. 313 വരുന്ന സഹാബത്തുമായി ഇറങ്ങി യുദ്ധത്തിന് പോകുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ പുറപ്പെടുന്നതിന്റെ മുമ്പ്, സംഭവിക്കുന്നതിന്റെ മുമ്പ് നബി തങ്ങളുടെ മനസ്സിൽ വിങ്ങിപ്പൊട്ടുന്നൊരു ബേജാറുണ്ടായിരുന്നു. ഞങ്ങൾ തോൽക്കുമോ? തോറ്റാൽ പിന്നെ മുസ്ലിമീങ്ങൾ ഈ ലോകത്തുണ്ടോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, പടച്ചോനോട് മാത്രം സഹായം തേടി ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന ഒരു സംഘം പിന്നെ ഈ ലോകത്തുണ്ടാവോ? വല്ലാത്തൊരു ബേജാറായിരുന്നു. അവിടുന്ന് നബിതങ്ങൾ ഇങ്ങനെ വിഷമത്തോടെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ, മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഈ സംഘത്തെ, ലാ തുഅബദ് ഫിൽ അർള്, പിന്നെ ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്നവരുണ്ടാകൂല റബ്ബേ, ഞങ്ങളെ സഹായിക്കണം പടച്ചോനെ. ബദറിന്റെ നേതാവ് ആരോടാ പ്രാർത്ഥിക്കുന്നത്? ബദരീങ്ങളെ പേര് വിളിച്ചിട്ടായിരുന്നോ? ബദരീങ്ങളുടെ നേതാവ് അന്ന് ആരോടാ ദുആ ചെയ്തിരുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ. നമ്മളോ ബദരീങ്ങളെ എന്നാ ചോദിക്കുന്നത്.
ബദരീങ്ങളോടാണ് സങ്കടം പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ വീണ്ടും സൂറത്തു ആൽ ഇംറാനിന്റെ 13-ാമത്തെ ആയത്ത് പഠിപ്പിക്കുകയാണ്. ആ സംഘത്തിൽ ഒരു സംഘം 2 സംഘമായി തിരിഞ്ഞില്ലേ, അതിൽ ഒരു സംഘത്തിന്റെ പ്രത്യേകത തുഖാതിലു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ പോരടിക്കുക. ഒലത്ത് ആയുധങ്ങളൊന്നുമില്ല, ഒലത്ത് വലിയ പൈസ ഒന്നുമില്ല, വലിയ സംഘബലും ടീമും സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷെ അള്ളാന്റെ മാർഗത്തിലാ പോരടിക്കുന്നത്. അപ്പുറത്തെന്താ? ആൾബലമുണ്ട്, സംഘബലമുണ്ട്, ശക്തിയുണ്ട്, നേതാക്കന്മാരുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഇരട്ടി തോന്നിപ്പിക്കുന്ന വൻ സംഘമായിട്ടാണ് കാഫിറത്തായ ആൾക്കാർ വന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹ് സഹായിച്ചു ആരെ? വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മയ്യശാ, അള്ളാഹ് ഉദ്ദേശിച്ചവരെ അള്ളാഹ് സഹായപ്പെടുത്തി ശക്തിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അള്ളാഹ് പറയാണ് ഇന്ന ഫീ ദാലിക്, തീർച്ചയായും ഈ സംഭവത്തിൽ ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, കണ്ണുള്ളവർക്കെല്ലാം ഇതിൽ ഗുണപാടുണ്ട്. അത് പഠിക്കണം. ഇതിലെന്ത് ഗുണപാഠം നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് വന്ന് യുദ്ധമൊന്നും പഠിക്കാനല്ല. നമ്മുടെ നാട്ടിൽ യുദ്ധമല്ല, GCC രാജ്യങ്ങളിൽ ശക്തമായ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കാം. ഞാൻ ആ വിഷയത്തെ പറയാൻ ആഗ്രഹിക്കില്ല. പക്ഷേ ചില സത്യങ്ങളെ ഇനിയും നമ്മൾ മൂടിവെക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ആ രാജ്യത്ത് GCC രാജ്യങ്ങളിൽ ഒരു യുദ്ധം നടന്നാൽ എൻ്റെയും നിങ്ങളുടെയും വീടുകളെ, കുടുംബങ്ങളെ അത് പച്ചയായി ബാധിക്കും. മാർക്കറ്റുകളെ ബാധിക്കും, ഷോപ്പിങ്ങുകളെ ബാധിക്കും, നിങ്ങൾ ഒരുക്കി വെച്ച പെരുന്നാൾ വിഭവങ്ങളെ അത് ബാധിക്കുമെന്നതിൽ ഒരു സംശയമില്ല. ആക്രമിക്കുന്ന ആളുകൾ, യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ചവർ ഏത് രാജ്യക്കാരായാലും അനീതിയാണ്. ഏത് പേരിൽ അവർ പറഞ്ഞാലും അത് അനീതിയാണ്. അതിനെ ഒരു നിലക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇറാൻ നടത്തിയാലും ഇസ്രയേൽ നടത്തിയാലും അമേരിക്ക നടത്തിയാലും ഇസ്ലാമിൽ അത് ഉൽമ എന്നാണ് അതിന് പേര്. സഹോദരങ്ങളെ, അറബ് രാജ്യത്തിന് പ്രത്യേകിച്ചും അഹ്ലുസുന്നയുടെ രാജ്യങ്ങളെ ആക്രമിച്ചാൽ എന്താണ് ലാഭം? സിയോണിസ്റ്റ് ശക്തികൾക്ക് ഇസ്ലാമിക രാജ്യത്തിന്റെ ശക്തി കുറക്കാനും സാമ്പത്തിക ഭദ്രത കുറക്കാനും നല്ല സഹായം കിട്ടും. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇറാനിലെ ഓരോ നേതാക്കന്മാർ മരിച്ചപ്പോൾ നമ്മൾ പലരും അറിയാതെ അവരൊക്കെ ഷഹീദുകളാണ്, അവർക്ക് ശുഹദാക്കന്മാരാണെന്ന് സ്ഥാനം കൊടുത്തപ്പോൾ ഒരു രാജ്യത്തോടോ വ്യക്തികളോടോ ഒരു വൈരാഗ്യമില്ല. ഒരു ചരിത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 1983 ആ കുംനഈ എന്ന് പറയുന്ന അവരുടെ മഹാനതനായ ഒരു നേതാവ് അന്ന് പറഞ്ഞിട്ടുണ്ട്, കുവൈത്ത് ഞങ്ങൾ പിടിച്ചടക്കും, ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങൾ പിടിച്ചടക്കും, അറബ് രാജ്യങ്ങൾ പിടിച്ചടക്കും. അഹ്ലുസുന്ന എന്ന ഷിയാക്കളുടെ നേർവിപരീതമായ ആ രാജ്യങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രവണതയെ അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവരാണവർ. എത്രയെത്ര അഹ്ലുസുന്നയുടെ പ്രിയപ്പെട്ടവർ, ലക്ഷക്കണക്കിന് സിറിയയിലൊക്കെ ഒന്ന് ചരിത്രം വായിച്ചു നോക്ക്. സിറിയയിൽ ബോംബിട്ട് നശിപ്പിച്ചത് ഇറാനികളായിരുന്നു. എന്റെ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കാര്യം കൂടെ ചേർത്ത് വെച്ച് പഠിക്കേണ്ടതുണ്ട്. ആ ഷിഅ എന്ന വിശ്വാസം നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ? എപ്പോഴെങ്കിലും 17,000 ആയത്തുകളുള്ള ഖുർആനാണ് ലോകത്തെ യഥാർത്ഥ ഖുർആൻ. നിങ്ങളുടെ കയ്യിലുള്ള 6,000 വരുന്ന ആയത്തുള്ള ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇറാനികൾ, ഷിയാക്കൾ. 2, ലോകത്ത് ജീവിച്ച സ്വഹാബിമാരിൽ 2, 3, 4 ആളെ ഒഴിച്ചാൽ ആരൊക്കെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടക്കമുള്ളവരെ കാഫിർ എന്ന് മുദ്ര കുത്തിയവരാണ് ഷിയാക്കൾ. ഇനി എന്തു വേണം നിങ്ങൾക്ക്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ച ഒട്ടനേകം സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ യുദ്ധത്തിനെ ന്യായീകരിക്കുന്നില്ല, യുദ്ധങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ആദർശത്തെ മാറ്റി പറയുക, ആദർശത്തിനെ തിരുത്തി പറയുക, ആദർശത്തിനെ ഈ വ്യാജമാക്കി പൊടിക്കൈകൾ പ്രയോഗിക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആര് അനീതി ചെയ്താലും അനീതിയാണ്. അല്ലാഹു തആലയുടെ സഹായം നമുക്ക് ലഭിക്കണോ? അല്ലാഹുവിന്റെ ആദർശത്തിൽ അല്ലാഹു പഠിപ്പിച്ച തൗഹീദിലേക്ക് നമ്മൾ വരണം. പഠിക്കാനുള്ള ഗുണപാഠം അതിലുണ്ട്. 2, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അചഞ്ചലമായ വിശ്വാസമാണ് വേണ്ടത്. എണ്ണവും വണ്ണവും സംഘബലവും അല്ല പ്രധാനം. അത് ഈ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു. 3, അനുസരിക്കാനുള്ള മികവ് നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം അങ്ങ് വന്ന് പറയുമ്പോൾ യാതൊരു ഏറ്റക്കുറച്ചിലുകളും ഇല്ലാതെ സ്വഹാബത്ത് അത് ഏറ്റെടുക്കുന്നു. അല്ലാഹു തആല ഒരു കാര്യം പറയുമ്പോൾ സ്വഹാബത്തും പ്രവാചകനും അത് ഏറ്റെടുക്കുന്നു. ആ നേതൃത്വം പറയുന്നത് അനുസരിക്കാനുള്ള ഒരു നല്ല മാതൃക നമ്മളെ പഠിപ്പിക്കുകയാണ്. ഐക്യവും കൂടിയാലോചനയും നാടുകളിൽ വേണം. യുദ്ധം പഠിപ്പിക്കുന്നുണ്ട്.
തോന്നിയതുപോലെ ഓരോരുത്തരും തന്നിഷ്ടം പ്രവർത്തിക്കരുത്. കുടുംബത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ തുടങ്ങുന്ന കച്ചവടത്തിലാണെങ്കിലും ഒരു കൂടിയാലോചന മുശാവറയില്ലാതെ പോകരുത്. ബദറിന്റെ രണഭൂമിയിലേക്ക് ഖുറൈശികൾ അതാ വരാൻ പോകുന്നു, അവർ നമുക്കെതിരാണ് എന്നറിഞ്ഞപ്പോ നബി സ്വഹാബത്തിനെ വിളിപ്പിച്ചു. ആര്? വഹി കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയില്ലാത്ത സ്വഹാബിമാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനൊരു പ്രശ്നം വരാനിരിക്കുന്നുണ്ട്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വശാവിറുഹും അംറുഹും വശാവിറുഹും ഫിൽ അംരി, അവരോട് കാര്യങ്ങൾ കൂടിയാലോചിക്കണം നബിയേ. നബിനോടാ പറയണത്. അപ്പൊ നമ്മക്ക് എത്ര ബാധകമാണ്. ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു യോഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അത് എത്ര പ്രാധാന്യത്തോടെയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വഹാബത്തിനെ എല്ലാം വിളിച്ച് മുഹാജിരീങ്ങൾ പറഞ്ഞു, നബിയേ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരായി നിൽക്കൂല, ഞങ്ങൾ റെഡിയാണ്. അതൊരു തീരുമാനം യോഗത്തിന്റെ. അൻസാരികളുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വന്നു പറഞ്ഞു, നബിയേ ഞങ്ങൾ ഒരിക്കലും പിറകോട്ട് പോകില്ല, പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യും. നിങ്ങളെങ്ങാനും ഞങ്ങളോട് ഈ വിവസ്ത്രത അല്ലെങ്കിൽ ആയുധങ്ങളില്ലാതെ ഒരു കടലിൽ ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ്. നമ്മളോ? അള്ളയും റസൂലും പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ എത്ര സന്നദ്ധരാണ്, അവർ എന്തിനും സന്നദ്ധരാണ്. അഞ്ചാമത്തെ ഗുണപാഠം, പ്രവാചകന്മാരടക്കമുള്ള സ്വഹാബത്തടക്കമുള്ള ഇഷ്ടപ്പെട്ടവർ പോലും ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചെങ്കിൽ നമ്മളും ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കും. എന്റെയൊക്കെ ചില ഭാഗങ്ങളാണ് ഇന്നതൊക്കെ. പലതരം പരീക്ഷണങ്ങൾ എല്ലാ കാലത്തും ശത്രുക്കളിൽ നിന്ന് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്ങനെയാണത് തീരുമാനിക്കുക? അതെങ്ങനെയാ? നല്ലൊരു മനുഷ്യനായ പരീക്ഷണം ഉണ്ടാവൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് വന്നിട്ട് മിസ്അബ് ബിൻ സഅദ് റളിയല്ലാഹു ചോദിച്ചു, നബിയെ ഈ ദുനിയാവിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പരീക്ഷണം കിട്ടുന്നത് ആർക്കായിരിക്കും? ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, അൽ അംബിയാ, അംബിയാക്കന്മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണം കിട്ടുക. അവര് മോശക്കാരാ? അല്ല, ഏറ്റവും അഫ്ളലായവരാ. പിന്നെ അതുപോലെയുള്ളവർ, പിന്നെ അതുപോലെ ജീവിച്ചവർ. ഒരാളുടെ ദീൻ എത്രമാത്രമുണ്ടോ അതിനനുസരിച്ച് അവന് പരീക്ഷണം കൂടിക്കൊണ്ടിരിക്കും. എത്ര ഈമാനായിട്ട് ജീവിക്കുന്നുണ്ടോ അതിനനുസരിച്ച് രോഗങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും തകർച്ചകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതം ഇട്ടുതരും. അപ്പൊ ദീൻ ഒഴിവാക്കരുത്. അപ്പോ ആത്മഹത്യകൾ തിരഞ്ഞെടുക്കരുത്. അപ്പൊ മോശം കൂട്ടുകെട്ടിലേക്ക്, ലഹരിയിലേക്ക്, മദ്യത്തിലേക്ക് പോകരുത്. അവിടെയാണ് തന്റെ ഈമാൻ പരിശോധിക്കപ്പെടേണ്ട സമയം. അതോടൊപ്പം ചരിത്രത്തിലേറെ ഗുണപാഠം പഠിക്കേണ്ടുന്ന ഈ ബദർ പോലും പഠിക്കാതെ സമൂഹം അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് ഭാണ്ഡങ്ങൾ ചുമലിലേറ്റ് ജീവിക്കുക. എത്ര വലിയ അപകടം പിടിച്ച വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ബദരീങ്ങളോടുള്ള സ്നേഹം കാണിക്കാൻ, ബദരീങ്ങളോടുള്ള മഹബത്ത് കാണിക്കാൻ, അവരുടെ ജീവിതത്തെ പകർത്തേണ്ടതിന് പകരം ബദരീങ്ങളുടെ പേരിൽ സമൂഹത്തിൽ അനാചാരങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. ശിർക്കൻ വിശ്വാസങ്ങൾ വരെ കൊണ്ടുവന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ ആരാധന ചെയ്യുകയുള്ളൂ, നിനക്ക് മാത്രമേ ഞങ്ങൾ ആരാധന ചെയ്യൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസി അവൻ റമദാൻ 17 വരുമ്പോ മാറാണ്. അള്ളാന്റെ ഖുർആൻ പിന്നെയും പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട്, നാട്ടിൽ പോയിട്ട് നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന, നിങ്ങൾ വരിസംഖ്യ കൊടുക്കുന്ന നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിനോടൊരു സംശയം ചോദിക്ക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിൻ എന്ന അധ്യായത്തിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടോ? വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളിൽ അല്ലാഹുവോടൊപ്പം വേറെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇതിന്റെ അർത്ഥം എന്താണ് ഒന്ന് ചോദിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പോൾ നമ്മുടെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബദർമാലയിൽ മൗലിദിൽ വിളിക്കുന്നത് ആരോടാണ്? ഈ പ്രാർത്ഥന ഏത് അർത്ഥത്തിലേക്കാണ് വരുന്നത്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. പള്ളികളിൽ വെച്ചുകൊണ്ട് ബദർമാലയും ബദർ മൗലിദും നേർച്ചയും ആണ്ടുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ആലോചിക്കണം, ആ ബദരീങ്ങളോടാണ് സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുന്നത്. അവർ അവരുടെ ജീവിതത്തിന്റെ ആ രണഭൂമിയിൽ വെച്ച് ആരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹിനോട് ഇസ്തിഗാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു തആല നിങ്ങൾക്കതാ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു.
നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. എങ്ങനെ? ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് നിങ്ങൾക്കതാ അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അലി റളിയല്ലാഹു യുദ്ധം തുടങ്ങേണ്ട കുറച്ചു മുമ്പ് വന്നു നോക്കി. എന്താ നബി ചെയ്യണമെന്നറിയാൻ. അന്ന് കുട്ടിയാണ് അലി റളിയല്ലാഹു. നബി എന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കുമ്പോൾ 16 വയസ്സാണ്. നമ്മളെ 16 വയസ്സുകാരന്റെ പണി എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഗെയിം കളിച്ചിരുന്നും വെറുതെ സമയം കളഞ്ഞും എന്തിനേറെ നോമ്പുകൾ വരെ ശ്രദ്ധയില്ലാതെ നഷ്ടപ്പെടുത്തുന്നവർ വരെ, അല്ലെ, നോമ്പ് തുറകൾ വരെ ഫാഷനുകളും മോഡലുകളുമായി മാറുന്നൊരു കാലത്ത് 16 വയസ്സുള്ള ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ബദറിന്റെ പോരാളിയാ. അലി റളിയല്ലാഹു അങ്ങനെ പോയോക്കി നബി എന്താ ചെയ്യണമെന്നറിയാൻ. ഹീന സാജിദുൻ യഖൂൽ, നബി സുജൂദിൽ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ലാ യസീദു അലൈഹ. നബി ഇങ്ങനെ യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുവിനെ ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വേറെ ഒന്നും സംസാരിക്കണില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി പോയി നോക്കി നബിന്റെ അടുത്ത്. നബി സുജൂദിൽ കടന്ന് റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ ബദറിന്റെ ചരിത്രം പറഞ്ഞിട്ട് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചോളിയും, ബദരീങ്ങൾ രോഗം മാറ്റിത്തരും, ബദരീങ്ങൾ കുട്ടികളെ തരും എന്നൊക്കെ പറയണമെങ്കിൽ നമ്മളും ചരിത്രവും തമ്മിൽ എത്ര അജഗജാന്തര വ്യത്യാസം ഉണ്ടെന്നുള്ളത് സംശയമല്ല. ഇനി പള്ളിയിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്ന വരികളുടെ അർത്ഥം പഠിച്ചിട്ടുണ്ടോ? നമുക്കറിയില്ല. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വരി ദാഹം വിശപ്പോ കൊടുമാ തളർച്ചയോ തടിയിൽ മരിലോ ജിൻ ശൈത്താൻ ചതിയാലോ ദേഹം വലഞ്ഞപ്പോൾ ഈ പേരിനെ ചൊല്ലുകിൽ തിരുമുനമ്മേ ശിഫയാകുമെന്നോവർ. നിങ്ങൾക്ക് രോഗം ബാധിച്ചാല്, നീ ക്ഷീണം ബാധിച്ചാല് ബദരീങ്ങളൊക്കെ പേര് വായിച്ചാൽ മതി, നിങ്ങളെ രോഗം മാറും. സുഹൃത്തുക്കളെ, ബദറിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിനെ കാണാൻ ചെന്നു. രോഗിനെ കാണാൻ ചെന്ന ഹദീസ് പറയാണ്, രോഗിനെ വലത് കൈ കൊണ്ട് ഇങ്ങനെ തടവി കൊടുത്തു. സുമ്മ ഖാല, നബി പ്രാർത്ഥിച്ചു, അദ്ഹിബിൽ നാസ് അദ്ഹിബിൻ നാസ് റബ്ബൻ നാസ് അദ്ഹിബിൽ ബസ് വഷ്ഫി അൻത ശാഫി. നബി അല്ലാഹുവോട് ശിഫക്ക് വേണ്ടിയിട്ട് മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ബദറിന്റെ നേതാവ് പഠിപ്പിച്ചത് അല്ലാഹുവോട് ശിഫയെ തേടാനാ. ഇതിനെ പുരയിൽ എഴുതി കരുതുകിൽ ഉദമാകയില്ല കളവിന്നതെന്നോവർ. ഈ പേര് കെട്ടിത്തൂക്കിയാല് നമ്മളെ വീട്ടിൽ കളവ് നടക്കൂല. ഇവർക്ക് കള്ളന്മാർ നോക്കണ പണിയാ. ഒന്ന് ആലോചിച്ച്, തരം താഴ്ത്താണ് സ്വഹാബത്തിനെ, ബദരീങ്ങളെ തരം താഴ്ത്തി കിട്ടുക. ഇത് പാടാനാണ് മജ്ലിസുന്നൂർ, ഇത് പാടാനാണ് മഹ്ലറത്തുൽ ബദരിയ. ഇതിങ്ങനെ ചൊല്ലിക്കൊടുത്ത് ക്യാൻസർ മാറ്റും, രോഗം മാറ്റും എന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മ പെങ്ങന്മാർ പള്ളിയിൽ ഉസ്താദിന്റെ കീഴിലേക്ക് പോകുമ്പോൾ ആലോചിക്കണം, ഈ വരികൾ പാടിക്കൊടുക്കാനാണ് ഈ പോണത്. എന്തിന്? നമ്മുടെ രോഗം മാറ്റാൻ ബദരീങ്ങൾക്ക് കഴിയുമെന്ന്. അല്ലൽ മികന്തേ കടത്തില്ലകപ്പെട്ടോൻ അസ്മാവുരത്താൽ കടം വീടുമെന്നോവർ. ഈ പേരിങ്ങനെ ചൊല്ലിയ കടങ്ങനെ വീടി കിട്ടും. കടം വീടാനുള്ള പ്രാർത്ഥന മറുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹുദ് മലയോളം കടമുള്ളവൻ ഇത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ബദറിന്റെ പേരല്ല പഠിപ്പിച്ചത്, പ്രാർത്ഥനയെ പഠിപ്പിച്ചു കൊടുത്ത്. അള്ളാന്റെ ഖുർആൻ ചോദിച്ച ചോദ്യം ഇതാണ്. സൂറത്തുൻ നംലിന്റെ 62-ാമത്തെ ആയത്ത് നേരെ ചെന്ന് ചോദിക്കണം, അമ്മയുജീബുൽ മുദ്തറ ഇദാ ദആ. നിങ്ങളുടെ പ്രയാസഘട്ടത്തിൽ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ ആർക്കാ അവിടെ കഴിവുള്ളത്? വയക്ഷിഫുസൂ, നിങ്ങളുടെ പ്രയാസം നീക്കിത്തരാൻ ആർക്കാ കഴിവുള്ളത്? വയജഅലുകും ഖുലഫാഅൽ അർള്, നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധികളാക്കിയിട്ടുണ്ട്. ഐലാഹും അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ വേറെ ആളുകളെ ഇലാഹാക്കാണോ? ചെയ്യല്ലേ. നിങ്ങളെ പ്രയാസം പടച്ചോനിക്കാൻ മാറ്റാൻ കഴിയുള്ളൂ, അള്ളാഹ്ക്കതറിയുള്ളൂ. അതും കഴിഞ്ഞ് ബദരീങ്ങളുടെ ആണ്ടും നേർച്ചയും നടക്കുന്ന ഇന്നേ ദിവസത്തിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപുലമായ ആ പ്രവർത്തനത്തെ കുറിച്ച് ഒരിക്കലെങ്കിലും നമ്മൾ ദീന് വെച്ച് പഠിക്കും. പ്രസ്ഥാനം പഠിക്കണ്ട, ദീനിൽ എന്ത് പറയുന്നു എന്ന് മാത്രം ഒന്ന് പഠിക്കുക. അതെവിടുന്നാ കിട്ടുക? അത് ഖുർആനിലും ഹദീസിലും ചരിത്ര ഗ്രന്ഥങ്ങളും വായിച്ചാൽ കിട്ടും. ഹിജറ 2-ാം തീയതി ഈ റമദാനിന്റെ വിഷയത്തിൽ ആണ്ട് നടത്തുന്ന ആളുകൾ ആലോചിച്ച് നോക്കി. ഹിജറ 2-ൽ നടന്ന ആ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലം കഴിഞ്ഞിട്ട് പിന്നെ എത്ര റമദാനുകൾ നബിയും സ്വഹാബത്തും ജീവിച്ചു. ബദറിൽ പങ്കെടുത്തവർ, അവർ പിൽക്കാലത്ത് വന്ന റമദാനുകളിൽ ഇത്തരം സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു അറിവോ പേരോ അത്തരം പ്രയോഗങ്ങളോ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയോ? ഇല്ല.
ഇനി അറവ് വരെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ റബ്ബിന് വേണ്ടി ബലിയറുക്കുക, റബ്ബിന് വേണ്ടി നിസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. കേട്ടോളി, അല്ലാഹ് ശപിച്ചിരിക്കുന്നു ആരെ? മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കുന്നവരെ. ഇതാരെ കൂലിട്ടാനാ? ഇതാരെ ബർക്കത്ത് കിട്ടാനാ? ഇതാരുടെയൊക്കെ കുർബത്ത് കിട്ടാനാ? ബദരീങ്ങളെ പൊരുത്തം കിട്ടാനാണ്. ബലി വരുന്ന കറക്കാത്ത അത്രയും കൂറ്റൻ സംഭവങ്ങളെ 17 അന്ന് കൊണ്ടുവരും അവിടെ. എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കല്ലേ? ഇമാം നവവി പറഞ്ഞ വാക്ക്. ഇമാം നവവി ശാഫിഈ പണ്ഡിതൻ ശർഹ് മുസ്ലിമിൽ പറയാണ്, ദബഹ ലിസ്സനമി, ഒരാൾ ഒരു വിഗ്രഹത്തിന് വേണ്ടി ബലി അറുത്താൽ, ഔലി മൂസ, മൂസാ നബിന്റെ കുർബത്ത് കിട്ടാൻ വേണ്ടി ഒരു ബലി അറുത്താൽ, ഔലി ഈസ, ഈസാ നബിന്റെ പേരിൽ, ഔലിൽ കഅബ, കഅബന്റെ പ്രതിഫലം കിട്ടാൻ, അൽ കഅബന്റെ ബർക്കത്ത് കിട്ടാൻ, ഫകുല്ലു ഹാദാ ഹറാമുൻ, ഇതെല്ലാം ഹറാമാണ്. അവർക്ക് വേണ്ടി ബലിയറുക്കരുത്. വലാ തഹില്ലു ഹാദിഹി ദബീഹ, അങ്ങനെ അറുക്കപ്പെട്ട സാധനം നിങ്ങൾ തിന്നാൻ പാടില്ല. ശാഫിഈ മദ്ഹബിലെ കിതാബ്, പള്ളി ദർസിലെ കിതാബ്. സവാഅൻ കാന ദിബ്ഹു മുസ്ലിമൻ, അറുത്തത് തങ്ങളായാലും മുസ്ലിമായാലും, ഔ നസ്റാനിയൻ, നസ്റാനിയായാലും, ഔ യഹൂദിയൻ, ജൂതനായാലും, ഞമ്മക്കത് പറ്റൂല. എന്റെ വാക്കല്ല, ഇമാം നവവി തങ്ങളെ വിശദീകരിച്ച് പറഞ്ഞു. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ശാഫിഈ മദ്ഹബിന്റെ പണ്ഡിതൻ, അദ്ദേഹം പറയാ, ഇന്നമാ യതഖറബു ബിഹാ ഇലല്ലാഹ്, നമ്മുടെ ബലികളെല്ലാം അല്ലാഹുവിന്റെ ഖുർബത്ത് കിട്ടാനാകണം. വലാ ഇലാ ഖൽഖിഹി, സൃഷ്ടികളുടെ പൊരുത്തവും പുണ്യവും കിട്ടാൻ വേണ്ടി ആകരുത്. അത് സൂക്ഷിക്കുക. നമ്മുടെ ഈമാനെ പരിശോധിക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിയാൻ, ചിലപ്പോഴൊക്കെ ചില ആളുകളെങ്കിലും ഇതൊന്നും അറിയാതെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ കൊല്ലങ്ങളായി ഇങ്ങനെ പോയപ്പോ കൂട്ടത്തിൽ കൂടി ചെയ്തു പോയതാണെങ്കിൽ പടച്ചറബിലേക്ക് തൗബ ചെയ്യുക. സംശയമുള്ള വിഷയങ്ങൾ ചോദിച്ചു പഠിക്കുക. അതിനുവേണ്ടിയാണ് ഇവിടെ പരിപാടി സംവിധാനങ്ങൾ, അറിവും സദസ്സുകളും എല്ലാം ഇവിടെ വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ ഉപകരിക്കുന്ന ഒരുപാട് അറിവുകൾ നൽകുകയും നമ്മുടെ സ്വർഗത്തിന്റെ വിഷയത്തിൽ പടച്ചറബ് നമുക്ക് എല്ലാവിധ നിലക്കുമുള്ള സുരക്ഷ നൽകി ഈമാനുള്ള ജീവിതം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ മഹാരഥന്മാരായ ഉലമാഖന്മാർ, പണ്ഡിതന്മാർ എഴുതി വെക്കുകയാണ്, പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ് എന്നതിന് ഈ ചരിത്രം തെളിവാണ്. കാരണം എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെ സംഘബലമില്ല, ആയുധങ്ങളില്ലാത്തൊരു സമയത്ത് അവരെ കയ്യിലുള്ള ഏക ആയുധം പടച്ചോനെ റബ്ബേ എന്ന പ്രാർത്ഥനയായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഊരിക്കിട്ടാൻ പ്രയാസപ്പെടുന്ന തീരാത്ത പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ബോധം വേണം, അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കയ്യിലുള്ള ആയുധമാണത് എന്ന്. നല്ല ക്ഷമ വേണമെന്ന് പഠിപ്പിച്ചതാണ് ഈ ചരിത്രം, അങ്ങേയറ്റത്തെ ക്ഷമ. അതുപോലെ തന്നെ തൗഹീദാണ് ജീവിതത്തിന്റെ നാഡി എന്ന് തിരിച്ചറിഞ്ഞതാണ് ഈ യുദ്ധം. പിശാച് വഞ്ചകനാണെന്നും അവൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ പല നിലക്കുമുള്ള കുതന്ത്രങ്ങൾ ചെയ്തു എന്നതും വലിയ പാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബദറിൽ പങ്കെടുത്ത 14ഓളം വരുന്ന സ്വഹാബത്ത് ശുഹദാക്കന്മാരായിട്ടുണ്ട്. അവർ ഉന്നത സ്ഥാനമുള്ളവരാണ്, മഹത്തരമായ ശ്രേഷ്ഠമാക്കപ്പെട്ടവരാണ്. അവരുടെ കൂടെ ആ ഉഹദ് ശുഹദാക്കന്മാർ, ബദർ ശുഹദാക്കന്മാരെ പോലെയുള്ള മഹാരഥന്മാരോടൊപ്പം സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാനിന്റെ അവസാനത്തെ 10കളിലേക്ക് നമ്മൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കാം. ഇനി ഒരു വെള്ളിയാഴ്ച ഇതിനു മുമ്പ് ഇല്ലാത്തത് കൊണ്ട് അവസാനത്തെ 10മായി ബന്ധപ്പെട്ട് നമ്മൾ വരുമ്പോൾ ഒന്നുകൂടെ ആ തിരിച്ചുപോയ റമദാനിന്റെ തുടക്കത്തിൽ വന്ന് അവസാനം നടുവിൽ ഇറങ്ങിപ്പോയവരൊക്കെ ഒന്ന് തിരിച്ചു വരണം. ചാൻസ് അവസാനാണ് നമ്മളെ കാണേണ്ടത്, ആദ്യമല്ല. അവസാനം നമ്മളെ കാണണം. അവസാനത്തെ 10 നമ്മളെ പള്ളിയിൽ കാണണം.
പുണ്യങ്ങളിൽ കാണണം, തഖ്വയിൽ കാണണം, മത്സരിക്കുന്നത് കാണണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ചെയ്യാൻ ഏകാന്ത മനസ്സുമായി ഇരിക്കാനുള്ള അവസാനത്തെ പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി പറയാ. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആള് പറയാ, ആ പത്തങ്ങട് വന്നാൽ ശദ്ദമി ഇസറ, ആ മുണ്ടൊക്കെ ഒന്ന് ഉറുക്കി ഉടുത്ത് ശരിയാക്കും. വഹ്യാ ലൈല, രാത്രി ഹയാത്താക്കും. പീടികലല്ല, മാർക്കറ്റിലല്ല, രാത്രികൾ പള്ളികളിൽ ഹയാത്താക്കും. മുഴുവൻ കുടുംബക്കാരെ വിളിച്ചുണർത്തും, നീപ്പിക്കും, അവരെ ഇബാദത്തിലേക്ക് അവരെ വിളിച്ചുണർത്തും. ഇതാണ് ഒരു കുടുംബനാഥൻ ചെയ്യേണ്ട റമദാനിലെ വലിയ കാര്യം. ഇബാദത്തുകളിലേക്ക് തന്റെ കുടുംബത്തെ കൊണ്ടുവരിക. ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ഒരു 20ാമത്തെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൽതമിസൂഹാ, നിങ്ങൾ ഈ രാവിലും പ്രതീക്ഷിച്ച ഫിൽ അശ്റിൽ അവാഖിരി ഫിൽ വിത്ർ, ഒറ്റയിട്ട രാവ് കിട്ടുമ്പോഴൊക്കെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചോ, നന്നായിട്ട് ഇബാദത്തിലേക്ക് വന്നോ. നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരുടെ ചരിത്രത്തെ കൂടി ചേർത്ത് പറയാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് അവസാനത്തെ 10 ഞങ്ങൾ നബിന്റെ കൂടെ പള്ളിയിൽ, അവർ പുരുഷന്മാർ ഒരു ഭാഗത്ത്, ഞങ്ങൾ സ്ത്രീകൾ മറുഭാഗത്ത്. നബി പള്ളിയിൽ പോകുമ്പോ ഇപ്പുറത്ത് ഞങ്ങൾ ഇഅ്തികാഫിരിക്കാറുണ്ട്. ഇവിടെ പള്ളിക്ക് നിസ്കരിക്കാൻ പോകാൻ പറ്റുമെന്ന് സംശയിക്കുന്ന ആൾക്കാരോടാണ് ഹദീസ്. നബി തങ്ങളുടെ ഭാര്യമാർ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു ഹത്താ തവഫാഹുല്ലാഹ്, മരിക്കുന്നത് വരെ. നബി തങ്ങൾ മരിച്ചതിന് ശേഷവും അവർ ഇഅ്തികാഫിരുന്നിട്ടുണ്ടെന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കർമ്മങ്ങൾ ചെറുതായി പോകരുത്. ദിവസങ്ങൾ തീർന്നിട്ടില്ല, അവസാന സന്ദർഭങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ആവേശമെല്ലാം നഷ്ടപ്പെട്ട് ഷോപ്പിങ്ങിന്റെ തിരക്കുകളിലേക്ക് പോയി അവസാനത്തെ 10 ഷോപ്പിങ്ങിന്റെ 10ആയി നാട്ടിലൊരു പ്രചരണമുണ്ട്. നമ്മൾ അതിൽ വീണു പോകരുത്. കച്ചവടക്കാർ ശ്രദ്ധിച്ചോളിയും. നമ്മൾ നമ്മുടെ ഇബാദത്തും നാട്ടുകാരുടെ ഇബാദത്തൊക്കെ അവസാനത്തെ 10 കടയിലേക്ക്, അങ്ങാടിയിലേക്ക് പലതും പറഞ്ഞ് വിളിക്കുമ്പോ നമ്മുടെ പരിസരം മാത്രം നോക്കിയാൽ മതി. രാത്രികൾ മുഴുവൻ സജ്ജമാണ്, മാർക്കറ്റുകളും അങ്ങാടികളും. ഓരോ വാണിഭങ്ങളും യുവാക്കൾ നിരങ്ങുകയാണ്. തറാവീഹിന്റെ ആദ്യ 2 റക്അത്ത് കഴിഞ്ഞാൽ ഇറങ്ങി പോവാണ് പല ആളുകളും. മക്കള്, വാപ്പാര് വിചാരിക്കുന്നു മക്കള് ബാക്കിലുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. എവിടൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ജാഗ്രത, വലിയ ഒരു താല്പര്യം. നമസ്കരിക്കാൻ പ്രയാസമുള്ളവർ അവർ ഇരുന്ന് ഖുർആൻ ഓതട്ടെ. എന്നാലും ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രവണതയെ അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. യുദ്ധം ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗൾഫുകാരെ വിളിക്കുമ്പോഴെല്ലാം സങ്കടത്തോടെയും പല പ്രയാസങ്ങളും ഒക്കെ അറിയിക്കുമ്പോൾ പടച്ചറബിൽ നമ്മളും തവക്കുലാക്കി തൗഹീദ് മുറുകെ പിടിച്ച് അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് അവർക്ക് ധൈര്യം കൊടുക്കുന്നവരായി നമ്മൾ മാറുക. ഒരു അനാവശ്യമായ തെറ്റായ പ്രചരണങ്ങളും മറ്റുള്ള ഭീതിപ്പെടുത്തുന്ന വാർത്തകളും തൽക്കാലം നമ്മൾ ആരും ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സത്യത്തിന്റെ കൂടെയായി നിൽക്കാൻ എപ്പോഴും നമ്മൾ മുന്നോട്ട് വരിക. യുവാക്കൾ ഒരു നാടിന്റെ നട്ടെല്ലാണ്. യുവാക്കൾ ഒരു നാടിന് ലഭിക്കുക എന്നത് വലിയ ശ്രേഷ്ഠതയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പരിസരത്ത് നമ്മുടെ പള്ളിയുമായി ഒരുപാട് യുവാക്കൾ വലിയ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കടന്നു വരാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് അസ്ർ നമസ്കാര ശേഷം യുവാക്കൾക്ക് വേണ്ടി മാത്രം ഒരു തർബിയത്ത് വെച്ചുകൊണ്ട് റയാൻ എന്ന് പറയുന്ന ഒരു വിജ്ഞാന സദസ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ആ സദസ്സിലേക്ക് കൃത്യമായി യുവാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് അതിലേക്ക് പങ്കാളികളാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം വിവാഹവും കച്ചവടവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നടക്കുന്ന ചില വിഷയങ്ങളുടെ യഥാർത്ഥ ഇസ്ലാമിന്റെ മസാലകളെ ഓർമ്മപ്പെടുത്തുന്ന സെഷനായിരിക്കും ഉണ്ടാവുക. സംശയ നിവാരണമൊക്കെ ഉണ്ട്. പഠിക്കാനും കേൾക്കാനും അറിയാനും നമ്മൾ സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ധാരാളം അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാവരും സഹായിച്ചതുപോലെ ഒരു കടവും ബാധ്യതയുമില്ലാതെ ഓരോ മാസവും പള്ളിയുടെ കാര്യങ്ങൾ സ്മൂത്തായി, നമ്മുടെ വീട് എത്ര കൃത്യമായിട്ട് പോകുന്നുണ്ട്, കറണ്ട് ബില്ല് അടക്കുന്നില്ലേ, ഉണ്ട്, വീട്ടിലെ ചെലവുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നില്ലേ, പള്ളിയും അങ്ങനെയാവണം. നമ്മുടെ പള്ളിയുടെ ഒരു മാസത്തെ ദൈനംദിന ചെലവുകൾ കൃത്യമായി മുടങ്ങാതെ പോകാൻ അതിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. കാണുമ്പോൾ വലിയ സുഖം സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രതിസന്ധി അതിനുള്ളിലറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും. എല്ലാവരും മനസ്സറിഞ്ഞ് ഇഖ്ലാസോടെ കഴിയാവുന്ന വിധത്തിലൊക്കെ നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുക. മറ്റു സ്വതക്കകൾ അതിൻ്റെ വഴിക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഇഖ്ലാസോടെ ഏറെ താല്പര്യത്തോടെ പടച്ച റബ്ബിൻ്റെ തൃപ്തി
പ്രതിസന്ധിയും പൊരുത്തവും നേടിയെടുക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ ഏറെ ടെൻഷൻ അനുഭവിച്ച് മാനസിക പിരിമുറുക്കത്താൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെയുണ്ട്. ജോലികളിൽ പ്രതിസന്ധികൾ വന്നവരുണ്ട്. അള്ളാഹുവേ, എത്രയും വേഗത്തിൽ അവർക്ക് പൂർണ്ണമായ സമാധാനത്തിന്റെ നാളുകൾ നൽകണമേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, ഇസ്ലാമിനെ ഇസ്സത്തുണ്ടാക്കി ഇസ്ലാമിന്റെ ഇസ്സത്തിനെ സംരക്ഷിക്കുന്നവരാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാവിധ ഫിത്നകളിൽ നിന്ന്, ശർറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. രോഗങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ബദർ ഞങ്ങൾക്കൊരു വലിയ പാഠമാകാൻ അതിന്റെ എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷയും മോചനവും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, പാപങ്ങളില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. കരഞ്ഞ കണ്ണുകളുമായി നിന്റെ അടുക്കിലേക്ക് വരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങളെല്ലാം അറിയുന്നത് നീയാണ്. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരണമേ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികൾക്ക് ശിഫ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. توفنا مسلمين والحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.